സുധാകരൻജിക്ക് കഷ്ടകാലാണെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ചത് നാട്ടുകാർ മുഴുവനും കേട്ടതിന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും താണ്ടെ അടുത്ത പണി. മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ സുധാകരൻജി രണ്ടാം പ്രതിയാണെന്ന് പറഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ്, തീരുമ്പോ പണി തരാം ഞങ്ങളുടെ സുധാകരൻജി എത്താ കുപ്പിന്ന് വന്ന ഭൂതാണ്. ഈയിടെയായിട്ടേ മുഖത്തൊരു വാട്ടം വന്നിട്ടുണ്ടോന്നൊരു സംശയം. കണ്ണിന്റെ അടിയിലൊക്കെ ഒരു കറുപ്പ് നിറണ്ട്. ഇത് മാറ്റാൻ എന്തൊരു വഴി? ഒരുപാട് VIP-കൾ പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു 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 ഡോക്ടർ എന്ന് പറയുന്ന വ്യാജ ഡോക്ടറായിരിക്കാം. ആർക്കും അത് അപ്പം നന്നറിയില്ല വ്യാജ ഡോക്ടറാണ് എന്ന്. അദ്ദേഹത്തിനൊക്കെ ഞാനും ഒരു ചികിത്സക്ക് പോയതാണ്. എൻ്റെ ഈ കണ്ണിന്റെ ബ്ലാക്ക് കളർ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിനൊക്കെ പോയത്. ഇത്തിരി റിസൾട്ട് കിട്ടി എന്നല്ലാതെ അത് മാറിയിട്ടുമില്ല. അത് വ്യാജ ഡോക്ടറാണ് എന്നൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. വ്യാജ ഡോക്ടറിനെയാണോ സജസ്റ്റ് ചെയ്യണത്? എന്നാലും പാവം സുധാകരൻജി അദ്ദേഹം സൗന്ദര്യ ചികിത്സയ്ക്ക് പോയോണ്ട് പെട്ടുപോയതാണെന്നേ. എന്താ അലർജിരിക്കണത്? കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറ്റാൻ നോക്കണത് ഇത്ര വലിയ തെറ്റാണോ ഗൈസ്? ബൈ നമുക്ക് നൂറ്റാണ്ടുകൾ പിന്നിലേക്കൊന്ന് പോയാലോ? ഒന്ന് തിരിഞ്ഞു നോക്കൂ. അന്നത്തെ പല അവശേഷിപ്പുകളും ഇപ്പോഴും നമുക്ക് കാണാം. യേശുവിനെ ഒറ്റിക്കൊടുത്ത വകയിൽ യൂദാസിന് കിട്ടിയ വെള്ളിക്കാശ്, യേശുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ കഷ്ണം, ഔറംഗസേബിൻ്റെ മുദ്രമോതിരം, കൃഷ്ണൻ്റെ ഉറി, ശ്രീനാരായണ ഗുരുവിൻ്റെ ഊന്നുവടി, അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ. ലേഡീസ് ആൻഡ് ജെന്റ്സ്, ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലാട്ട് ഖാലിയാക്കൽ. ഇതൊക്കെ മെയ്ഡ് ഇൻ ചേർത്തലയാണെന്ന് കണ്ടാ പറയേയില്ല അല്ലേ? അതാണ് മോൻസൺ മാവുങ്കൽ. മോൻസൺ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിലോ മൂപ്പരുടെ കഴിവിൽ ആരൊക്കെ വീണുപോയത്? DGP, DIG, ബ്ലോഗേഴ്സ് അങ്ങനെ എത്ര ആളുകൾ. കൊടും ഭീകരനാ. തെങ്കല്ല് തൊട്ട് രത്നക്കല്ല് വരെ കച്ചവടം ചെയ്യും. ലോകത്തില്ലാത്ത കണ്ടുപിടിച്ച് കച്ചവടം ചെയ്യണ പോർക്കണവൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗന്ദര്യ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ KPCC പ്രസിഡന്റ് മോൻസൺ മാവുങ്കലിന്റെ വീടിന്റെ പടി കടന്നെത്തുന്നത്. എന്നാലും ലോകത്ത് ഇത്രയും ഡോക്ടർമാരുണ്ടായിട്ടും നിങ്ങൾ എങ്ങനെയാ സുധാകരട്ട കൃത്യമായിട്ട് ഈ തട്ടിപ്പ് ഡോക്ടറുടെ അടുത്ത് തന്നെ എത്തിയത്? പോലീസ് ഉദ്യോഗസ്ഥന്മാരും IPS-കാരും മുഖ്യമന്ത്രിയെ താങ്ങി നിൽക്കുന്ന മുഴുവൻ ആളുകളും അവിടെ വന്ന് ക്യാമ്പടിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ട്രീറ്റ്മെന്റിന് പോകുന്നതിന് ഞാൻ എന്ത് ജാഗ്രതയാ കാണിക്കേണ്ടത്? ഓ, നിങ്ങൾ വയലന്റ് ആവാണ്ടിരിക്കും സുധാകരട്ടാ. ശരി, നമ്മുടെ പാവം സുധാകരൻജിക്ക് ഒരു തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റാത്ത മനുഷ്യന്മാരുണ്ടോ? പക്ഷെ അതല്ലല്ലോ സുധാകരൻജി ഇവിടുത്തെ പ്രശ്നം. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു. അതിൽ 10 ലക്ഷം രൂപ സുധാകരൻജി വാങ്ങിയെന്നാണ് നാട്ടുവർത്താനം. അദ്ദേഹം ഒരു സ്കിന്നിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എന്നതല്ലാതെ അതിനകത്ത് വേറെ ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല, അവിടെ താമസിച്ചിട്ടുമില്ല, താമസിക്കേണ്ട ട്രീറ്റ്മെൻറ്റും ആയിരുന്നില്ല, ഒന്നുമല്ല. യാഥാർത്ഥ്യമുള്ള കേസുകൾ, സത്യസന്ധമായ കേസുകൾ, ആ കേസുകളെ കുറിച്ച് അന്വേഷിക്കാനുള്ള ജാഗ്രത കാണിക്കാത്തൊരു ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിൻ്റെ അകത്ത് ജാഗ്രത കാണിക്കുമ്പോൾ ഇതിൻ്റെ പിറകിലെ കറുത്ത ശക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് എന്ന് ഞാൻ ശങ്കിച്ചാൽ എന്നെ കുറ്റം പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അദ്ദേഹം KPCC ഓഫീസിൽ വന്ന് കണ്ട് എനിക്ക് മാലയിട്ടിരുന്നു, ഓക്കെ ശരിയാണ്. അതിനു മുമ്പ് കണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വേറെ എവിടെ വെച്ചും ഞാനും അദ്ദേഹവും തമ്മിൽ സന്ധിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എവിടെയും ഞാൻ ഇടപെട്ടിട്ടില്ല. എവിടെയെങ്കിലും ഇടപെട്ടതായി ആധികാരികമായ രേഖ മുമ്പിൽ വെച്ചാൽ പൊതുപ്രവർത്തനം നിർത്തി ക്ഷമ പറഞ്ഞ് ഞാൻ ഈ കളത്തോട് ഇവിടെ പറയാം. ഓശോ, സുധാകരൻജി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വരുമോ? അന്ന് ആവേശത്തിന് പറഞ്ഞതൊക്കെ പണിയായിട്ട് തിരിച്ചു വരുമോ സുധാകരൻജി? അല്ല, ഇത്രയും വലിയ പുരാവസ്തു തട്ടിപ്പ് കേസിൽ സുധാകരൻജി ഇപ്പോൾ രണ്ടാം പ്രതിയല്ലേ? കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. വഞ്ചന, ഗൂഢാലോചന ഒക്കെ ചുമത്തിട്ടുണ്ട് കേട്ടോ സുധാകരൻജി. നമ്മൾ എന്ത് ചെയ്യും? മോൺസന്റെ ഈ ഇടപാടിൽ എനിക്ക് ഒരു തരത്തിലുള്ള പങ്കുമുണ്ട്. അയ്യോ, പങ്കുണ്ടെന്നല്ല, പങ്കില്ലെന്നാ സുധാകരൻജി പറയേണ്ടത്. ഒരു തരത്തിലുള്ള പങ്കുമുണ്ട് എന്ന് പങ്കുമില്ലെന്ന് ഞാൻ നേരത്തെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഇതിൽ എങ്ങനെ പ്രതിയായി എന്നതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഇങ്ങനെയാ, കേസിൽ പങ്കുണ്ടെന്ന് നാവിൽ വരൂ. അത് തെറ്റി പറഞ്ഞതാണ് കേട്ടോ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? കേസിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചായില്ലേ? എന്തായി? രണ്ടാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ഈ സമയത്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാവോ? ഇവരുടെ പിറകിൽ ഈ കേസ് നടത്തിക്കാൻ മറ്റൊരു ശക്തിയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് താനുമായി സംസാരിച്ചെന്ന് പറഞ്ഞ ആ ആള് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് പോലും അറിയില്ല എന്ന് സുധാകരൻജി പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടപ്പോ തന്നെ പരാതിക്കാരനായിട്ട് സുധാകരൻജി ഇരിക്കണ ഫോട്ടോ പുറത്തു വന്നു. മോൻസണിന്റെ അടുത്ത് 2-3 തവണ ചികിത്സയ്ക്ക് പോയിരുന്നു എന്ന് പറഞ്ഞത് പിന്നീട് 6-7 തവണയായി.
ആരും ഒന്നും വിചാരിക്കല്ലേ, സൗന്ദര്യവർദ്ധനയ്ക്ക് പോയതാണേ. അതിൽ തർക്കിക്കണ്ട. എനിക്ക് അദ്ദേഹത്തെ എൻ്റെ ശത്രുപക്ഷത്ത് നിർത്താൻ എനിക്ക് താല്പര്യമില്ല. അത് തന്നെ കാര്യം. എനിക്ക് കാര്യമില്ല. എന്ത് കാര്യത്തിനാണ് ഞാൻ ശത്രുവാക്കേണ്ട കാര്യം? ആൾ എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറിയ ഒരാളാണ്. എന്നെ ഏറെ മറ്റു തലത്തിലൊക്കെ സഹായിക്കുകയും ചെയ്ത ആളുകളാണ്. മറ്റു തരത്തിൽ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു തന്നിട്ടുണ്ട്. അയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്ത ഗവൺമെൻറ് എന്ത് പുരസ്കാരം? മൊഴിയുണ്ടെന്നോ തെളിവുണ്ടെന്നോ ഒക്കെ പറയണുണ്ട് കേട്ടോ സുധാകരൻജി. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവോ? എന്ത് മൊഴിയുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു കുറ്റബോധമില്ലാത്തടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട. എന്ത് തെളിവുണ്ടെങ്കിലും തെളിവ് വരട്ടെ, തെളിവ് അവിടെ വെച്ചിട്ട് കാണാം. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തില്ല എന്ന് എനിക്കല്ലേ അറിയാം. എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ പറയുന്നു, എൻ്റെ ഭാഗത്ത് ഒരു പാളിച്ചയും ഒരു പാകുപടിയും വന്നിട്ടില്ല. ഞാൻ ഒരാളെയും ദുരുപയോഗം ചെയ്തിട്ടില്ല, ഒരാളുടെ കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ കൈക്കൂലി വാങ്ങാത്തൊരു രാഷ്ട്രീയക്കാരനാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സാണ്. അവോയ്ഡ് 3W, അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ പ്രാവർത്തികമാക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. ഒരു അറസ്റ്റിനും ആശങ്കയില്ല. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ജാമ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ലൊന്നും ഞാൻ ഒരു ഭയപ്പെടുന്ന ഒരാളേ അല്ല. കടൽ കയറി വന്നതാണ് ഞാൻ. കൈത്തോട് കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. അറസ്റ്റിന്റെ വക്കിൽ നിൽക്കണ ആ സമയത്തും സുധാകർജിയുടെ ഒരു കോൺഫിഡൻസ് കണ്ട. കടല് കണ്ടവരെ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കല്ലേ. ഈ ഘട്ടത്തിൽ മോൻസനെ തള്ളി പറയുന്നുണ്ടോ? എന്തിനാ തള്ളി പറയുന്നത്? കണ്ടോ, സുധാകരൻജിയുടെയും മോൻസൺ മാവുങ്കലിൻ്റെയും സൗഹൃദത്തിൻ്റെ ആ ആഴമാണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. എന്തൊരു നിഷ്കളങ്കമായ സ്നേഹമാണല്ലേ. മോൻസൺ മാവുങ്കല് വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടും പുരാവസ്തു തട്ടിപ്പ് കേസിൽ താൻ പെട്ടു എന്നറിഞ്ഞിട്ടും ഒരു ഘട്ടത്തിൽ പോലും സുധാകരൻജി മോൻസൺ മാവുങ്കലിനെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നോട് മോശമായി പെരുമാറാത്ത ഒരാളെ ഞാൻ എന്തിനു തള്ളി പറയണമെന്നാണ് സുധാകരൻജി എപ്പോഴും ചോദിക്കുന്നത്. ഓഫ്, എന്തൊരു നിഷ്കളങ്കമായ സൗഹൃദം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറ്റപത്രമൊക്കെ വരാന്ന് വെച്ചാൽ അതിശി കഷ്ടായല്ലോ. ആരെങ്കിലും രംഗത്ത് വന്ന് ന്യായീകരിക്കണേ, അല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പൂട്ടോ. പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രതിപക്ഷത്തെ. അതിൻ്റെ അപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ. അതേ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യം നടന്നത്. രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അത് കോടതി തടഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കുകയാണ്. ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയിലാണ് ഗൂഢാലോചനകൾ. അടുത്തതായി യൂത്ത് ഐക്കൺ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിനകത്ത് പരാതിക്കാർ പറഞ്ഞ ആക്ഷേപം എന്തായിരുന്നു? ഈ പണം കൈമാറുന്ന സമയത്ത് കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിക്കാരൻ്റെ പോലും ആവലാതി. അതിനുമപ്പുറമാണ് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഫൈൻഡിങ്സ്. രണ്ടാം പ്രതിയാക്കിയതിനകത്ത് എൻ്റെ അത്ഭുതം ഒന്നാം പ്രതി ആക്കിയില്ലല്ലോ എന്നുള്ളതാണ്. കാരണം വിജയനാണെങ്കിൽ ഒന്നാം പ്രതിയാക്കേണ്ടത്. അപ്പം പോലീസ് പറഞ്ഞാണ് ഒരു നിവർത്തിയില്ല. കാരണം മോൻസൺ മാവുങ്കലിനെ ഒന്നാം പ്രതിയാക്കിയേ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് മാത്രമാണ് സുധാകരനെ രണ്ടാം പ്രതിയാക്കിയിരിക്കുന്നത്. ഞാൻ വെറുതെ പിണറായി വിജയൻ അടിക്കടി ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോകുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കണ്ട് കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള ഒരു ചികിത്സ കൂടി, അതായത് ഇങ്ങനെ പ്രതിപക്ഷത്തെ പേടിക്കാതെ ആത്മവിശ്വാസം ഉണ്ടാകാനായിട്ടുള്ളൊരു ചികിത്സ പിണറായി വിജയൻ നടത്തിയാൽ ആ ചികിത്സയ്ക്കുള്ള പണം യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച് വിജയന് കൊടുക്കാം. എന്നാലെങ്കിലും ഒന്ന് ധൈര്യത്തോടെ, നമ്മുടെ മുഖ്യമന്ത്രി ഇത്ര പേടിത്തൊണ്ടനാണെന്ന് പറയുന്നത് നമുക്കൊരു നാണക്കേടല്ലേ? നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടാണോ ഇങ്ങനൊരു കുറ്റപത്രം വന്നത്? സുധാകരൻജി കേസിൽ രണ്ടാം പ്രതിയാണോന്നൊക്കെ ഇനി കോടതി പറയട്ടെ. എന്തായാലും ഇടയ്ക്കിടെ കോൺഗ്രസ് നേതാക്കൾക്ക് പലതരത്തിൽ പല വഴിയിൽ നിന്ന് പണി കിട്ടുന്ന സ്ഥിതിക്ക് കോൺഗ്രസിന്റെ മുഖത്തിന് പണ്ടത്തെ ഭംഗിയുണ്ടോന്ന് സംശയം ഇല്ലാതില്ല. ഒരു കാര്യം ചെയ്യ്, കോൺഗ്രസിന് മൊത്തമായിട്ട് ഒരു കോസ്മെറ്റിക് ചികിത്സ അങ്ങോട്ട് ചെയ്യ്. ഹൈ, മുഖം സംരക്ഷിക്കാന്ന് എവിടെ പോണെന്നേ സുധാകരൻജിയോട് ചോദിച്ചാൽ മതി. മൂപ്പര് കറക്റ്റ് സ്ഥലം പറഞ്ഞെന്നോളും. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.